Hello and welcome to Everyday English Speaking and Writing Skills. Matter എന്ന ഇംഗ്ലീഷ് വാക്ക് കൊണ്ടുള്ള സെന്റൻസിന്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാറ്റർ എന്ന് പറഞ്ഞാൽ വിഷയം, കാര്യം അല്ലെങ്കിൽ സംഗതി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അവൾ എന്തിനാ കരയുന്നത്? എന്തുപറ്റി? അവൾ എന്തിനാ കരയുന്നത്? എന്തുപറ്റി അല്ലെങ്കിൽ എന്താ കാര്യം? വൈ ഈസ് ഷീ ക്രൈയിങ്? വാട്ട്സ് ദ മാറ്റർ? വൈ ഈസ് ഷീ ക്രൈയിങ്? അവൾ എന്തിനാ കരയുന്നത്? വാട്ട്സ് ദ മാറ്റർ? എന്തുപറ്റി? എന്താ കാര്യം? അപ്പൊ ഇവിടെ നമ്മൾ മാറ്റർ എന്ന വാക്കിന് എന്തുപറ്റി അല്ലെങ്കിൽ എന്താണ് കാര്യം എന്ന മീനിങ് ആണ് ഇവിടെ. നീ എന്താ ഞൊണ്ടി നടക്കുന്നത്? കാലിന് എന്തുപറ്റി? നീ എന്താ ഞൊണ്ടി നടക്കുന്നത്? കാലിന് എന്തുപറ്റി അല്ലെങ്കിൽ കാലിന് എന്താ പ്രശ്നം? എന്താ കാര്യം? വൈ ആർ യു ലിംപിങ്? വാട്ട്സ് ദ മാറ്റർ ടു ലെഗ്? വൈ ആർ യു ലിംപിങ്? ഞൊണ്ടി നടക്കുന്നതിനെ ലിംപിങ് എന്നാണ് പറയുക. അപ്പോ വൈ ആർ യു ലിംപിങ് എന്ന് വെച്ചാൽ നീ എന്താ ഞൊണ്ടി നടക്കുന്നത് അല്ലെങ്കിൽ ഞൊണ്ടുന്നത്? വാട്ട്സ് ദ മാറ്റർ വിത്ത് യുവർ ലെഗ്? വാട്ട്സ് ദ മാറ്റർ? എന്തുപറ്റി? എന്താ കാര്യം? വിത്ത് യുവർ ലെഗ്? നിന്റെ കാലിന് എന്തുപറ്റി അല്ലെങ്കിൽ കാലിന് എന്താ പ്രശ്നം എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അവനത് എന്തുപറ്റി? അവനത് എന്തുപറ്റി? വാട്ട്സ് ദ മാറ്റർ വിത്ത് ഹിം? വാട്ട്സ് ദ മാറ്റർ വിത്ത് ഹിം? അവന് എന്താണ് പറ്റിയത്? അതായത് സാധാരണ പോലെയല്ല. അപ്പോ അവനത് എന്തുപറ്റി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട്സ് ദ മാറ്റർ വിത്ത് ഹിം? ഈ ഫോണിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയുന്നില്ല, അത് പെട്ടെന്ന് ഓഫ് ആകും. ഈ ഫോണിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയുന്നില്ല, അത് പെട്ടെന്ന് ഓഫ് ആകും. ഐ ഡോണ്ട് നോ വാട്ട്സ് ദ മാറ്റർ വിത്ത് ദിസ് ഫോൺ. ഗോസ് ഓഫ് സഡൻലി. ഐ ഡോണ്ട് നോ വാട്ട്സ് ദ മാറ്റർ വിത്ത് ദിസ് ഫോൺ. ഈ ഫോണിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയുന്നില്ല. ഇറ്റ് ഗോസ് ഓഫ് സഡൻലി. അതായത് പെട്ടെന്ന് അത് ഓഫ് ആകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഓഫായി പോകുന്നു. സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. എത്ര പ്രാവശ്യം അവന്റെ അടുക്കൽ പറഞ്ഞാലും ശരി, അവൻ കേൾക്കില്ല. എത്ര പ്രാവശ്യം അവന്റെ അടുക്കൽ പറഞ്ഞാലും ശരി, അവൻ കേൾക്കില്ല. നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ടെൽ ഹിം, ഹി വിൽ നെവർ ലിസൺ. നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ടെൽ ഹിം. എത്ര പ്രാവശ്യം, ഹൗ മെനി ടൈംസ് യു ടെൽ ഹിം, അവന്റെ അടുക്കൽ എത്ര പ്രാവശ്യം പറഞ്ഞാലും, ഹി വിൽ നെവർ ലിസൺ, അവൻ ഒരിക്കലും അത് കേൾക്കില്ല. നമ്മൾ പറയുന്നത് അവൻ കേൾക്കില്ല. നോ മാറ്റർ ഹൗ മെനി ടൈംസ് യു ടെൽ ഹിം, ഹി വിൽ നെവർ ലിസൺ. ലിസൺ എന്ന് പറഞ്ഞാൽ കേൾക്കുക. ഈ കാര്യത്തെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഈ കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് മാറ്റർ? അല്ലെങ്കിൽ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ദിസ് മാറ്റർ? അപ്പോ മാറ്റർ എന്ന് പറഞ്ഞാൽ കാര്യം. അപ്പോ ഓൺ ദിസ് മാറ്റർ, ഈ കാര്യത്തെ കുറിച്ച് അല്ലെങ്കിൽ അബൌട്ട് ദിസ് മാറ്റർ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിന്റെ ഒപ്പീനിയൻ? ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. യഥാർത്ഥത്തിൽ ഞാനാണ് അത് ചെയ്തത്. യഥാർത്ഥത്തിൽ ഞാനാണ് അത് ചെയ്തത്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഐ ഡിഡ് ഇറ്റ്. ഇവിടെ ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് എന്നത് ഇംഗ്ലീഷിലെ ഒരു ഇഡിയം ആണ്. ഇഡിയം എന്ന് പറഞ്ഞാൽ ഒരു ശൈലി. ഈ സെന്റൻസിൽ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, എനിക്കറിയാം ഇത് ചെയ്തത് ആരാണെന്ന്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഞാനാണ് ചെയ്തത്. അതായത് യഥാർത്ഥത്തിൽ ചെയ്തത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിനക്കെന്തിനാ വേറൊരു ഫോണിന്റെ ആവശ്യം? ഇപ്പോൾ നിന്റെ അടുക്കൽ ഉള്ളതിന് എന്തുപറ്റി? നിനക്കെന്തിനാ വേറൊരു ഫോണിന്റെ ആവശ്യം അല്ലെങ്കിൽ നിനക്കെന്തിനാ വേറൊരു ഫോൺ? ഇപ്പോൾ നിന്റെ അടുക്കൽ ഉള്ളതിന് എന്തുപറ്റി? വൈ ഡു യു നീഡ് അനദർ ഫോൺ? വാട്ട്സ് ദ മാറ്റർ വിത്ത് ദ വൺ യു ഹവ് ഗോട്ട്? വൈ ഡു യു നീഡ് അനദർ ഫോൺ? നിനക്ക് വേറൊരു ഫോണ് എന്തിനു വേണ്ടിയാണ്? വാട്ട്സ് ദ മാറ്റർ വിത്ത് ദ വൺ യു ഹവ് ഗോട്ട്? ദ വൺ യു ഹവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഇപ്പോ ഉള്ളതിന് എന്ന അർത്ഥമാണ്. വിത്ത് ദ വൺ യു ഹവ് ഗോട്ട്, അതായത് ഇപ്പോൾ നിന്റെ കയ്യിലുള്ള ഫോൺ എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ വിത്ത് ദ വൺ യു ഹവ് ഗോട്ട്. വാട്ട്സ് ദ മാറ്റർ? അതിനെന്തു പറ്റി? വാട്ട്സ് ദ മാറ്റർ വിത്ത് ദ വൺ യു ഹവ് ഗോട്ട്? എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല.
എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. I have no desire to discuss the matter further. I have no desire. Desire എന്ന് പറഞ്ഞാൽ താല്പര്യം. I have no desire. എനിക്ക് താല്പര്യമില്ല to discuss this matter further. ഈ matter, ഈ കാര്യത്തിനെ ഇനി കൂടുതലായി ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. Further എന്ന് പറഞ്ഞാൽ ഇനിയും കുറെ കൂടി. അപ്പോൾ ഇനിയും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഇവിടെ നമ്മൾ മാറ്റർ എന്നത് കാര്യം, സംഗതി എന്ന മീനിങ് ആണ് ഇവിടെ. ഈ പുസ്തകത്തിന്റെ വിഷയം എന്താണ്? ഈ പുസ്തകത്തിന്റെ വിഷയം അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ പൊരുൾ എന്താണ്? What is the subject matter of the book? What is the subject matter of this book? അപ്പോൾ ഈ ബുക്കിന്റെ സബ്ജക്ട് മാറ്റർ എന്താണ്? ഇതിന്റെ മാറ്റർ എന്താണ്? പൊരുൾ എന്താണ് എന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദിസ് ബുക്ക്? അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.